നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച് രണ്ടംഗ ബെഞ്ചിന്റെ തീരുമാനം തള്ളി ഭരണഘടനാ ബെഞ്ച്. രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസിനാണ് സുപ്രീംകോടതി മറുപടി നൽകിയത്. ബില്ല് വന്നാൽ ഗവർണർ അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്നും കോടതി പറഞ്ഞു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്നുള്ള ആവശ്യം ഭരണഘടനാ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ പ്രസിഡൻഷ്യൽ റഫറൻസിലാണ് സുപ്രീംകോടതി മറുപടി നൽകിയത്. ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞുവെക്കാൻ അധികാരമില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം ഗവർണറുടെ വിവേചനാധികാരം പരിമിതപ്പെടുത്തുന്നത് യുക്തിസഹമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഗവർണർക്കോ പ്രസിഡന്റിനോ സമയപരിധികൾ നിർദ്ദേശിക്കുന്നത് ഉചിതമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഉൾപ്പെട്ട 5-അംഗ ബെഞ്ചാണ് വിഷയത്തിൽ വിശദമായ വാദം കേട്ട ശേഷം മറുപടി നൽകിയത്. ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവയ്ക്കുന്നത് അഭിലഷണീയമല്ലെന്നും ബില്ല് നിയമമായാൽ മാത്രമേ കോടതിക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. സുപ്രീംകോടതി 2-അംഗ ബെഞ്ചിന്റെ നടപടികളെ ഭരണഘടനാ ബെഞ്ച് പൂർണ്ണമായും തള്ളി. ഗവർണർക്ക് മുന്നിൽ 3 വഴികളുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒപ്പുവയ്ക്കുക, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക, ഒപ്പിടാതെ മാറ്റിവെച്ച് പിന്നീട് നിയമസഭയ്ക്ക് തിരിച്ചയക്കുക എന്നിവയല്ലാതെ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവെക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു. നിയമസഭയുമായി ഗവർണർ ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രപതിയുടെ റഫറൻസിനെ ചോദ്യം ചെയ്ത് ഹർജി നൽകിയ കേരള സർക്കാർ ഉൾപ്പെടെ വിശദമായ വാദം ഉന്നയിച്ചിരുന്നു. രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സമയപരിധി വയ്ക്കാൻ കോടതിക്ക് കഴിയുമോ എന്നതുൾപ്പെടെ 14 ചോദ്യങ്ങളാണ് ഭരണഘടനയുടെ 143(1) പ്രകാരമുള്ള റഫറൻസിൽ രാഷ്ട്രപതി ഉന്നയിച്ചിരുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടതെന്നും സംസ്ഥാനത്ത് 2 എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്നും കോടതി പറഞ്ഞു. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാനുള്ള ഗവർണറുടെ വിവേചനാധികാരത്തെ മാനിച്ച കോടതി എന്നാൽ ഇത് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകുന്നില്ലെന്നും നിരീക്ഷിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.